ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് നോക്കാം. 147 സങ്കീർത്തനത്തിൻ്റെ 6 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. എളിയവര് എങ്ങനെയുള്ളവരാണ്? എളിയവര് ഗൗരവ മനോഭാവത്തോടുകൂടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ഞാൻ എന്തോ ആണ്, ഞാൻ വലിയ ആളാണ് എന്ന മനോഭാവത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരെ ഉയർത്തുകയില്ല. അതുകൊണ്ടാണ് അഹങ്കാരികളെ ദൈവം തകർക്കും, ഹൃദയത്തിൽ അഹങ്കരിച്ചവരെ അവിടുന്ന് ചിതറിച്ചു എന്ന് പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ അഹങ്കരിച്ചപ്പോൾ ചിതറിച്ചുവെങ്കിൽ ജീവിതത്തിൽ അഹങ്കരിക്കാൻ തുടങ്ങിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ അഹങ്കരിക്കുമ്പോൾ അവൻ ചിതറിക്കപ്പെടുന്നുവെങ്കിൽ, എന്നാൽ ജീവിതത്തിൽ അവൻ അഹങ്കരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താ? അതും സുഭാഷിതം പുസ്തകത്തിലും പ്രഭാഷകൻ്റെ പുസ്തകത്തിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 7 അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ, പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ടെന്ന 10 വചനത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നത്. പൊടിയും ചാരവുമായ മനുഷ്യൻ എന്തുണ്ട് അഹങ്കരിക്കാൻ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ ജീർണിച്ചിരിക്കുന്നു, അവൻ്റെ ശരീരം ജീർണിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പുഴുവുണ്ട്. ആ പുഴു ഹൃദയത്തിൽ കയറിയിട്ടുണ്ട്. അതിനെ ഒന്ന് ചാടിച്ചു കളയണമെങ്കിൽ ഇവിടെ കർത്താവ് പറയാണ്, എളിയവരെ അവിടുന്ന് ഉയർത്തുന്നു. അതുകൊണ്ടാണ് തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു എന്ന് പരിശുദ്ധമ്മ പറയുന്നത്. തൻ്റെ ദാസിയുടെ താഴ്മ, എളിമ, സൗമ്യത, വിനയം, ഒന്ന് താഴേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള മനസ്സ്, മനോഭാവം. ഇന്ന് താഴേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, സാധാരണക്കാരുടെ അടുത്തേക്കോ പാവങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പോലുമുള്ള മനസ്സില്ലാത്ത മനുഷ്യരുടെ കാലഘട്ടമാണ്, ജീവിക്കുന്നവരുടെ കാലഘട്ടമാണ്. സുവിശേഷ മേഖലകളിൽ പോലും ധ്യാനിപ്പിക്കുന്ന പല ധ്യാന ഗുരുക്കന്മാർ പോലും ആ എളിയവരുടെ, പാവപ്പെട്ടവൻ്റെ ആ താഴത്തെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മനസ്സില്ലാത്ത വലിയ വലിയ ധ്യാന ഗുരുക്കന്മാരുമുണ്ട്. അനേകം വ്യക്തികളെ ധ്യാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ വേണ്ടി ധ്യാനം നടത്തുന്ന ധ്യാന ഗുരുക്കന്മാർക്ക് പോലും ആ എളിയവരുടെ തലത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരാൻ അവർക്ക് മടിയുണ്ട്. അവരുടെ ജീവിതാവസ്ഥയിലും യാത്രയിലും ഭക്ഷണത്തിലും സംസാരത്തിലും പ്രവർത്തന ശൈലിയിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ആ എളിയവരുടെ തലത്തേക്ക് ഇറങ്ങി വരാത്ത അനേകം ധ്യാനഗുരുക്കന്മാരും വചനപ്രഘോഷകരും ശുശ്രൂഷകരുമൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, എളിയവരെ അവിടുന്ന് ഉയർത്തും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉയർച്ച വേണം. ഞാൻ എളിയവരുടെ തലത്തിലേക്ക് വരിക. ഞാൻ എളിയവരുടെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് ഉയർത്തും, ഒരു സംശയവുമില്ല. ആ കർത്താവിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ എളിമയോടെ നിൽക്ക്. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തുമെന്ന് പത്രോസ്ലീഹ പറഞ്ഞത്. കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ഇവിടുന്ന് കർത്താവ് പറയുകയാണ്, എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു. കർത്താവിൻ്റെ കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ, കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവിന് കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ട് കിന്നരം മീട്ടി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ ആ എളിമത്വത്തിലേക്ക് ഇറങ്ങി വരുന്ന, ആരാധന നടത്തുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവിടുന്ന് ഉയർത്തും. അല്ല, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തകർക്കപ്പെടും. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുന്ന് നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് എളിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ തറപറ്റിക്കുന്നു എന്നരുളി ചെയ്ത കർത്താവെ, തൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തതുപോലെ ഞങ്ങൾ ഓരോരുത്തരും എളിയവരുടെ തലത്തേക്ക് ഇറങ്ങി വരുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും
അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.